കൂട്ടുകാരെ, ഇന്നത്തെ ക്രാഫ്റ്റ് ഒരു കുഞ്ഞു വീടാണ്. നമുക്ക് സ്കൂളിലെ ക്രാഫ്റ്റ് എക്സിബിഷനൊക്കെ, നമുക്ക് ആർട്ട് എക്സിബിഷനൊക്കെ ഇതുപോലത്തെ ഒരു കുഞ്ഞു വീടൊക്കെ വെച്ച്, അല്ലെങ്കിൽ വലിയ വീട് വെച്ച് നമുക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റും. ടീച്ചർ എങ്ങനെയാണ് ഈ കുഞ്ഞു വീടുണ്ടാക്കുകയെന്ന് പഠിപ്പിച്ചു തരാം. ആദ്യമായിട്ട് ഇതുപോലെ റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ഒരു പേപ്പർ എടുക്കുക. റെക്റ്റാങ്കുലർ ഷേപ്പിൽ, സ്ക്വയർ ഷേപ്പ് പോരാ, ബുക്ക് പേപ്പറും കുഴപ്പമില്ല, അതായത് കട്ടിയായിട്ടിരിക്കണം. ഒരു ഡ്രോയിങ് പേപ്പറാണെങ്കിൽ അത് കുഴപ്പമില്ല. ഇതുപോലെ ഒരു ചാർട്ട് പേപ്പർ എടുക്കുക. എന്നിട്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുക. രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഈ സൈഡ് നമ്മളൊന്ന് മടക്കി കൊടുക്കണം. നേരെ മിഡിലായിട്ടല്ല, ഒരു സൈഡാണ് ഇപ്പം മടക്കുന്നത്. ഇനി ബാക്കിയുള്ള ഭാഗം നമുക്കൊന്ന് താഴോട്ട് മടക്കി കൊടുക്കാം. താഴോട്ട് മടക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് ബാലൻസ് വന്നിട്ടുണ്ട്. നമുക്കതിനെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇങ്ങനെ ഒരു ഷീറ്റ് പേപ്പർ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ സൈഡൊന്ന് അകത്തോട്ട് മടക്കി കൊടുക്കണം. ഈ സൈഡൊന്ന് അകത്തോട്ട് മടക്കുക. ഈ സൈഡും ഒന്ന് അകത്തോട്ട് മടക്കണം. മിഡിലായിട്ട് മടക്കണ്ട, ഒരു സൈഡ് മാത്രം, അല്പം ഇടവിട്ടിരുന്നാലും കുഴപ്പമില്ല. ഇങ്ങനെ നമ്മളൊന്ന് മടക്കി കൊടുക്കുക. ഓക്കെ, ഒന്ന് സ്ട്രോങ് ആയിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്ത് 2 പീസാക്കണം. ഇത് 2 പീസായിട്ട് എടുക്കണം. ഇപ്പോൾ 2 പീസായിട്ടുണ്ട്. നമുക്കിതിൽ നമ്മൾ ഈ രണ്ടാമത് ലാസ്റ്റിൽ മടക്കിയ സ്ക്വയറായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കതിനൊന്ന് കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഈ സൈഡും അതേപോലെ തന്നെ കട്ട് ചെയ്ത്, നമുക്ക് കണ്ടാൽ അത് മനസ്സിലാവും. ഇവിടെ ഒരു സ്ക്വയർ, ചെറിയൊരു സ്ക്വയറായിട്ട് അവിടെ കാണും. നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. ഈ ഷീറ്റിലും, ഈ ഷീറ്റ് നമുക്ക് വേണം, കട്ട് ചെയ്ത് കളഞ്ഞതല്ല. ഈ ഷീറ്റ് നമുക്ക് വേണം, അതിൻ്റെ ഹാഫാണ്. ഈ ഷീറ്റ് നമുക്ക് ഇതുപോലെ ഒരു സ്ക്വയറിൻ്റെ ഒരു ഭാഗമുണ്ട്, അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. അത് ഈ സൈഡും നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. ആ സ്ക്വയർ ഷേപ്പ് മാത്രം കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി വേണ്ടത് ഈ തുണ്ട് പേപ്പറെല്ലാം ഒന്ന് മാറ്റി വയ്ക്കുക. നമ്മൾ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന കുട്ടികൾ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റൂടെ അടുത്ത് വെച്ചിരുന്ന ഈ പേപ്പറെല്ലാം നമുക്ക് അതിലോട്ടിടാം. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത്, ഈ ഭാഗം നമ്മളൊന്ന് കൂർപ്പിച്ചെടുക്കണം. ഇതിങ്ങനെ കൂർപ്പിച്ചെടുക്കാനായിട്ട് 2 ഭാഗം ഒരുപോലെ ഒന്ന് കൂർപ്പിച്ചെടുത്ത് മടക്കുക. ഇപ്പോൾ ഇങ്ങനെ മടക്കി വന്നിട്ടുണ്ട്. നമുക്കതിനെ ഒന്ന് പേസ്റ്റ് ചെയ്യണം. പേസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ പേപ്പറും കുഴപ്പമില്ല, ഇങ്ങനെ ഈ പേപ്പറിൽ നമ്മളൊന്ന് ഈ ഗം വെച്ച് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നോക്കൂ, ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്.
ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമില്ല നമ്മൾ മടക്കേണ്ടത്. ഇങ്ങനെയാണ് മടക്കാൻ. ഈ ഭാഗം ഇങ്ങനെ അകത്തോട്ട് മടക്കി തേച്ച് കൊടുക്കാം. ഇവിടവും മടക്കി തേച്ച് കൊടുക്കാം. അടുത്തതായിട്ട് ഈ ഷീറ്റ് പേപ്പറും നമുക്ക് ഇതേപോലെ കോർപ്പിച്ച് മടക്കിയെടുക്കാം. ഇവിടെ മാത്രം ഒന്ന് കോർപ്പിച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ ചേർത്ത് മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡൊന്ന് ഇങ്ങനെ മടക്കി കൊടുക്കാം. ഈ സൈഡും ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കണം. അതിനൊരു ഫെവിക്കോൾ തന്നെ അവിടെ ചേർത്ത് കൊടുക്കണം. ഫെവിക്കോൾ തേച്ച് ആ സൈഡിൽ മാത്രം ഒന്ന് പൊട്ടിച്ചെടുക്കാം. പിന്നെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ വിൻഡോസ് ജനലുകൾ ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് ഒരു വൈറ്റ് കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ആദ്യം പെൻസിൽ വെച്ച് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. പെൻസിൽ വെച്ച് ഒരു ജനലിൻ്റെ മോഡൽ വരയ്ക്കാം. ഇതേപോലെ തന്നെ ഈ സൈഡിലും ഇതേപോലെ തന്നെ ഒരു ജനലിൻ്റെ മോഡൽ വരച്ചു കൊടുക്കാം. ഇനി നമുക്കിതിന് മാർക്കർ വെച്ചത് അതിന് ഒരു വിൻഡോൻ്റെ ഒരു മോഡലാക്കി എടുക്കണം. ഓപ്പൺ ചെയ്തിട്ടേക്കുന്ന ഒരു വിൻഡോ പോലെയാണ് വരച്ചിട്ടുള്ളത്. ഇനി ഞാൻ കട്ട് ചെയ്തെടുക്കണം. നേരെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഈ പേപ്പറിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഈ സൈഡിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം.